ഇപ്പോഴത്തെ ട്രെൻഡ് അത് തന്നെയാണ്. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, മിക്കയിടങ്ങളിലും ഇപ്പോൾ വോട്ടെണ്ണൽ അവസാന മണിക്കൂറിലാണല്ലോ. പക്ഷേ ഇപ്പോഴും ജയറാം രമേശ് പറയുന്നത് ഗെയിം അവസാനിച്ചിട്ടില്ല എന്നാണല്ലോ. 4 മണി വരെയോ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ തുടരേണ്ടി വന്നാലും തുടരുക തന്നെ വേണം എന്നതാണ് ജയറാം രമേശിന്റെ വാക്കുകളിലുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിരാശ കൂടിയുണ്ട്. അതായത് ലോക്കൽ ഭരണകൂടങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്, അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ജയറാം രമേശ് പറയാതെ പറയുന്നത്. ജനങ്ങൾ പക്ഷേ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് ഹരിയാനയിലെ ജനങ്ങൾ വിധി എഴുതിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് മഞ്ജുഷ നേരത്തെ ഒമർ അബ്ദുള്ള നൽകിയ പ്രതികരണം ശ്രദ്ധിച്ചു കാണും. തെരഞ്ഞെടുപ്പ് സുതാര്യമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുകൂടിയാണ് നമുക്ക് ചേർത്ത് വെക്കേണ്ടത്. അതായത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സുതാര്യമായി വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിച്ചു. അങ്ങനെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായത് എന്ന് കൗണ്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഒമർ അബ്ദുള്ള പറയുന്നുണ്ട്. ആ ചിത്രം തന്നെയാണ് ജമ്മു കാശ്മീർ കാണുകയും ചെയ്യുന്നത്. BJP ഇനി അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഒരുപക്ഷെ അതായത് മാനിപ്പുലേറ്റ് ചെയ്യാമായിരുന്നുവെങ്കിൽ ഞങ്ങൾ കശ്മീരെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നില്ലേ? ഇനിയിപ്പോൾ ഈ ബാലറ്റ് പേപ്പർ സംവിധാനത്തിന് ശേഷം വോട്ടിംഗ് മെഷീനിലേക്ക് വന്നപ്പോൾ മുതൽ ഉള്ള പരാതിയാണ് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തുന്നു എന്നുള്ളത്. അത്തരം ആരോപണങ്ങളൊക്കെ ജമ്മു കാശ്മീരിൽ തള്ളിക്കളയുകയാണ്. പക്ഷേ ഒരുപക്ഷെ ഹരിയാനയിൽ നിന്ന് ഇനിയും അത് കേൾക്കേണ്ടി വന്നേക്കാം. അത്തരം സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും മഞ്ജുഷ, വോട്ടെണ്ണൽ ആരംഭിച്ച് 4 മണിക്കൂറുകൾ പിന്നിടുന്ന ഈ സമയം ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. ഹരിയാന പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് BJP അല്ലെങ്കിൽ കോൺഗ്രസോ ഒക്കെ കടക്കേണ്ട സമയമായിരുന്നു. പക്ഷേ അപ്പോഴും ചില ആശങ്കകളും സംശയങ്ങളും അവശേഷിക്കുകയാണ്. BJP ഇപ്പോൾ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് ഏതാണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. അതുതന്നെയാണ് ഭൂപേന്ദ്ര ഹൂഡ DCC ആസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങുവാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ വോട്ടെണ്ണൽ അതിന്റെ അവസാന ലാപ്പുകളിലേക്ക് കടക്കുമ്പോഴും BJP 49 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 46 സീറ്റുകളേക്കാൾ 3 സീറ്റുകൾ മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം കോൺഗ്രസ് ആകട്ടെ 35 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷം നേടണമെങ്കിൽ ഇനിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 11 സീറ്റുകൾ അധികമായി നേടേണ്ടതുണ്ട്. അവിടെയാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് അന്തരം 14 എന്ന നിലയിലേക്ക്. അതൊരു 90 സീറ്റുകൾ ഉള്ള ഒരു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ 14 സീറ്റുകളുടെ അന്തരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, മറ്റുള്ള സ്വതന്ത്രരെയോ മറ്റ് ചെറു പാർട്ടികളെയോ ഒന്നും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാർ രൂപീകരിക്കുവാനുള്ള സാധ്യതയും ഇപ്പോൾ കോൺഗ്രസിനില്ല. ആ ആത്മവിശ്വാസമാണ് ഇപ്പോൾ BJP പുലർത്തുന്നത്. മഞ്ജുഷ് ഇവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ 49 എന്ന ടാലി അത് ഒരുപക്ഷെ 40-ന് മുകളിലേക്ക് എത്തി നിന്നാൽ പോലും ഹരിയാനയിൽ 3ാം വട്ടവും സർക്കാർ രൂപീകരിക്കാൻ ഇപ്പോൾ സാധ്യത കൂടുതലായി കൽപ്പിക്കുന്നത് BJPക്ക് തന്നെയാണ്. അവിടെ സ്വതന്ത്രരെ ഉൾപ്പെടെ ഒരുമിപ്പിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമവും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അത്തരം ചർച്ചകൾ BJP ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആരുടെയും സഹായമില്ലാതെ തന്നെ 46 എന്നതിലേക്ക് എത്തും. ഇപ്പോഴത്തെ ഈ ടാലിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല. ഈ ലീഡ് നിലനിർത്തി പോകാൻ സാധിക്കും എന്ന പ്രതീക്ഷ കൂടി BJP പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹരിയാനയിൽ ഒരിക്കൽ കൂടി അധികാരത്തിലേറാമെന്ന വലിയ ആത്മവിശ്വാസമാണ് BJP ഇപ്പോൾ പുലർത്തുന്നത്. അവിടെ നേരത്തെ നമ്മുടെ അതിഥി സൂചിപ്പിച്ചതുപോലെ ഈ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഭരണവിരുദ്ധ വികാരത്തെയും ജാതി മത സമുദായ സങ്കല്പങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിന് എതിരായി പോരാടുന്നതിനുള്ള പുതിയ തന്ത്രം നമുക്കവിടെ ഓർത്തെടുക്കേണ്ടത്. ആൾദൈവത്തെ, വിവാദ ആൾദൈവത്തെ ഉൾപ്പെടെ ജാമ്യത്തിലിറക്കിക്കൊണ്ടുള്ള പ്രചാരണം പോലും ഹരിയാനയിൽ നടക്കുന്നു എന്ന ആക്ഷേപം നേരിട്ടതാണ്. അപ്പോൾ ഒരോട്ട് എങ്കിൽ ഒരോട്ട് ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ വിഭാഗത്തെ സ്വാധീനിക്കുക. അങ്ങനെ സമസ്ത മേഖലയിലും, അതായത് ജാട്ടു വിഭാഗമാകട്ടെ, OBC ആകട്ടെ, അല്ലെങ്കിൽ ദളിത് വിഭാഗമാകട്ടെ, മുസ്ലിം വിഭാഗമാകട്ടെ, ബ്രാഹ്മണർ വിഭാഗമാകട്ടെ, ഇങ്ങനെയുള്ള എവിടെയാണ് വോട്ട് ചോർച്ച സംഭവിക്കുക, അതിന് പരിഹാരം എന്തിലൂടെ എന്നത് സംബന്ധിച്ച് അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ BJP നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു BJPയുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ എല്ലാം BJP തള്ളിക്കളയുകയും ചെയ്തത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും BJP
വ്യക്തമാക്കിയത് തങ്ങൾ സർക്കാർ അധികാരത്തിൽ ഏറുക തന്നെ ചെയ്യും, ഹാട്രിക് നേട്ടം സർക്കാർ കൈവരിക്കും എന്നത് തന്നെയാണ്. നയാബ് സൈനി അത്തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഉറപ്പായും സർക്കാർ രൂപീകരിക്കുമെന്നാണ്. പ്രത്യേകിച്ച് ആ ഘട്ടത്തിൽ സൈനിയുടെ പ്രതികരണം വരുമ്പോൾ എല്ലായിടത്തും തന്നെ BJP പിന്നിട്ട് നിൽക്കുകയായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 49 സീറ്റുകളിൽ BJP ഹരിയാനയിൽ മുൻതൂക്കം ഇപ്പോഴും തുടരുകയാണ്. വീണ്ടും നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ OBC മേഖലകളിൽ ഇപ്പോഴത്തെ നില എന്താണ് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് പരിശോധിച്ചു പോകാം. 25 മണ്ഡലങ്ങൾ OBC സെൻട്രലൈ ആണ്, അല്ലെങ്കിൽ OBC വിഭാഗങ്ങൾക്ക് വോട്ട് സ്വാധീനമുണ്ട്. അവിടെ ഇതാ BJP നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ്. 4 സീറ്റുകളിൽ ഇപ്പോൾ അധികമായി ലീഡ് ചെയ്യുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 14 സീറ്റുകളിൽ ആണ് മുന്നിട്ട് നിന്നത് എങ്കിൽ അവിടെ 4 സീറ്റുകളിൽ നേട്ടമുണ്ടാക്കുമ്പോൾ ആ നഷ്ടം കോൺഗ്രസിനാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് BJP 4 സീറ്റുകളിൽ നേട്ടം കൈവരിക്കുമ്പോൾ നഷ്ടമുണ്ടായിട്ടുള്ളത് കോൺഗ്രസിനാണ്. 4 സീറ്റുകളുടെ കുറവ് അവിടെ കോൺഗ്രസിനുണ്ടാകുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ 9 സീറ്റുകൾ OBC മേഖലയിൽ നിന്ന് കോൺഗ്രസിന് നേടാൻ സാധിച്ചുവെങ്കിൽ അതിപ്പോൾ 4ആയി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം മറ്റു ഫാക്ടറുകൾ എങ്ങനെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, കുമാരി ഷെൽജിയുടെ അടക്കമുള്ള ഇമ്പാക്റ്റുകൾ. ഇവിടെ നമുക്ക് മറ്റൊരു ഡേറ്റ കൂടി പരിശോധിക്കുമ്പോൾ ഹൂഡ അല്പസമയം മുമ്പ്, അതായത് ഇത്തവണ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ട ഹൂഡയുടെ മണ്ഡലങ്ങളിൽ അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നില മോശമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൂഡയ്ക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന 5 മണ്ഡലങ്ങൾ ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നു കോൺഗ്രസ് എന്നതാണ്.